പ്രശാന്ത് ഏട്ടാ, അഖിൽ മാരാർ ലോകത്തിൽ എന്തുണ്ടെങ്കിലും ഏത് വിഷയത്തിലും അഭിപ്രായം പറയുന്ന ആളാണ് അഖിൽ മാരാർ. ഇപ്പോൾ ഈ വിഷയത്തിലും എന്തോ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഈ അഖിൽ മാരാർ പല വിഷയത്തിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അയാളുടെ അഭിപ്രായത്തിനോടെല്ലാം നമുക്ക് യോജിപ്പൊന്നുമില്ല. ഈ ദുരന്തമുഖത്തെ ഒരു അഭിപ്രായം പറഞ്ഞതിനകത്ത് യാതൊരു യോജിപ്പുമില്ല. ഇപ്പോൾ പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇന്ന് രാവിലെ എനിക്കൊന്ന് ന്യൂസ് 18 ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇപ്പോൾ ഈ വിവാദ വിഷയം കത്തി നിൽക്കുകയാണല്ലോ. ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു, രഞ്ജിത്ത് രാജിവെച്ചു, സിനിമാ മേഖലയിലെല്ലാം കുറച്ച് ദിവസം കൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണം വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അഖിൽ മാരാർ പറഞ്ഞത് സ്ത്രീകളെ പരിശുദ്ധയാക്കുന്ന കാഴ്ചപ്പാടിനോട് യോജിപ്പില്ല. സ്ത്രീകളെ പരിശുദ്ധയാക്കുന്ന കാഴ്ചപ്പാടിനോട് യോജിപ്പില്ല. അതായത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകളുടെ പരാതി കേൾക്കണം, അതിന് കൃത്യമായ നടപടി ഉണ്ടാവണം. അല്ലാതെ ഒരു ഇൻഡസ്ട്രിയിൽ 10,000-10,000 പേര് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു വലിയ ഇൻഡസ്ട്രിയിൽ എല്ലാവരെയും ആക്ഷേപിക്കത്തക്ക രീതിയിൽ പരാതി പറഞ്ഞു പോകുന്ന ഒരു രീതിയോട് യോജിപ്പില്ല. അതുപോലെ തന്നെ അഖിൽ മാരാർ പറഞ്ഞത്, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 2017 ക്ലോസ് ചെയ്തത് അല്ലേ? അത് അന്വേഷിച്ചിട്ട് 2019 കൊടുത്ത റിപ്പോർട്ടാണ്. ഇപ്പം 4 കൊല്ലത്തിന് ശേഷമാണ് വിളി വരുന്നത്. ഇത് എത്രയോ പഴയ ഒരു അന്വേഷിച്ചപ്പോൾ ഉള്ള റിപ്പോർട്ടാണ്, മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള സംവിധാനത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഒരു രീതിയല്ലേ വരേണ്ടത്. മാത്രവുമല്ല, ഇപ്പോൾ സിദ്ദിഖിനെതിരെ വന്ന പരാതിയെപ്പറ്റി അഖിൽ മാരാർ പറഞ്ഞത്, സിദ്ദിഖിനെതിരെ ഈ പരാതി നേരത്തെ ഈ കുട്ടി ആരോപിച്ചിരുന്നു, അങ്ങനെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ കുട്ടി മീറ്റു എന്നിട്ട് അതിൻ്റെ ഫോളോ അപ്പ് എന്താണ് നടത്താഞ്ഞത്? ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിയിൽ വന്നപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പായിട്ട് പരസ്യമായിട്ട് വന്നു. അന്ന് ആരോപിച്ചെങ്കിലും അതിന് മുമ്പ് ആരോപിച്ചെങ്കിലും ഇതേ ഫോളോ അപ്പിൽ തന്നെ പോയായിരുന്നെങ്കിൽ നടപടി എടുത്തല്ലേ മതിയാവത്തുള്ളൂ. നിയമപരമായി അതിൻ്റെ ഒരു വശം എന്താണെന്നറിയോ? 2019 ഈ കുട്ടി ഇട്ടിരിക്കുന്ന പോസ്റ്റിന് താഴെയുള്ള കമൻറ്റ് പോയി വായിച്ചു കഴിഞ്ഞാൽ, പഴയ കമൻറ്റുകൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് കേട്ടാൽ അറയ്ക്കും. അമ്മാതിരി തെറിയാണ് അതിൽ പോയി വിളിച്ചിരിക്കുന്നത്. അത് നാട്ടുകാരൊരു കാക്കക്കൂട്ടം പോയി വിളിച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നെ ശ്യാമ, ഞാൻ ശ്യാം പറഞ്ഞതിനകത്ത് ശരിയായിരിക്കും അത്. പക്ഷേ അങ്ങനെ കമൻറ്റൊക്കെ വന്ന് കാണുമായിരിക്കും. പക്ഷേ ഒരാരോപണ വിധേയം പറയുമ്പോൾ അതിനകത്ത് എൻ്റെ ഭാഗം പറയുമെങ്കിൽ അതൊരു ന്യായീകരണമല്ല. ഈ ഇപ്പം വളരെ ധാർഷ്ട്യത്തോടുകൂടി ഉറച്ച നിലപാടോടുകൂടി നിൽക്കുമോ എന്നുള്ള കാര്യം നാളെ നമുക്കറിയാം. സിദ്ദിഖ് രാജിവെച്ചിട്ടുണ്ട്. ഈ പരാതി പൊതുമധ്യത്തിൽ വാർത്താ ചാനലുകളുടെ മുമ്പിൽ പറഞ്ഞ പരാതിയുമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. നിയമപരമായിട്ട് മുന്നോട്ട് പോകട്ടെ, അന്നേരം നമുക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, പീഡനം നടന്നില്ലയോ, അത് ആ കുട്ടിയാണ് പറയേണ്ടത്. ഒരു സ്ത്രീ പീഡനം നടന്നു എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാനുള്ള എല്ലാ നിയമവ്യവസ്ഥയും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അവിടെ പേര് പോലും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പേര് പറയുന്നതെന്ന് പറഞ്ഞാൽ കേസ് എടുത്തിട്ടില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ പേര് പറയുന്നത്. അപ്പം ആ രീതിയിൽ വരുമ്പോൾ ഇതിനൊരു എക്സ്ക്യൂസ് ഒന്നും അല്ലത്. രണ്ടാമത് രഞ്ജിത്തിനെതിരെയുള്ള പരാതി വന്നു. ബംഗാളി നടിയുടെ കഥകിന് മുട്ടിയെന്നോ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള പരാതി വരുന്നു. ശരി തന്നെ, അദ്ദേഹം രാജിവെച്ചില്ലേ? ഇത് നാളെ കാലത്ത് ഈ നടി വേറെ ഇവിടുത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ WCC ഉൾപ്പെടെയുള്ളവർ മറിഞ്ഞിരുന്നിട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ വെച്ചിട്ട് അവരാഗ്രഹിക്കുന്ന പോലെ ഈ സിനിമ ഇൻഡസ്ട്രി എല്ലാം മോശമാണെന്ന് വരുത്തി തീർക്കാൻ അവർക്കൊരു പരിധിവരെ സാധിക്കുന്നുണ്ട്. പക്ഷേ ബംഗാളിൽ നിന്നുള്ളൊരു നടി, അത് ബംഗാളി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക, ബംഗാളിൽ നിന്നുള്ള നടി അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് നമ്മളങ്ങ് ധരിച്ചു. രഞ്ജിത്ത് ശരിയോ തെറ്റോ അതാ അവർ പറയട്ടെ. രഞ്ജിത്ത് തെറ്റ് ചെയ്തോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഈ ബംഗാളി നടി നാളെ കാലത്ത് ഈ പരാതിയുമായിട്ട് നിന്നില്ലെങ്കിൽ രഞ്ജിത്തിൻ്റെ രാജിക്ക് എന്ത് പ്രസക്തി? ഇത് വളരെ കൃത്യമായിട്ട്, അതായത് ഇവിടുത്തെ കുറേ ചാനലുകൾ അതും ശ്രദ്ധിക്കണം. ഇപ്പം ഏഷ്യാനെറ്റ് ചാനൽ 3-ാം സ്ഥാനത്ത് പോയി, റേറ്റിങ്ങിൽ എന്തോ 24, അല്ലെങ്കിൽ റിപ്പോർട്ടർ എടുത്തു വെച്ച കലക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഉൾപ്പെടെയുള്ളതുണ്ട്, ഏതോ ഒരു നടി പറഞ്ഞിരിക്കുന്നു, നടിയുടെ പേരെന്തോന്നു, നടികളാണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. രഞ്ജിത്തിനെതിരെ പറഞ്ഞത് ബംഗാളി നടി, സിദ്ദിഖിനെതിരെ പറഞ്ഞത് രേവതി സമ്പത്ത്, സൂപ്പർ സ്റ്റാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് സോണിയ മൽഹാദ് അല്ലേ? ഇവിടെ ഇപ്പം സോണിയ മൽഹാദ് ഒരു സൂപ്പർ സ്റ്റാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, പുറകെ കൂടെ കയറി പിടിച്ചെന്നാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ കൊണ്ടിരുത്തി പറയിക്കുക. ഇവരേത് സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പോയിട്ടുള്ളത്? ഇങ്ങനത്തെ അല്ല, ഇത് പരിശോധിക്കേണ്ട കാര്യമില്ലേ? ഇത് കേൾക്കുന്നവർ വിശ്വസിച്ചങ്ങ് പോവുക, പരിശോധിക്കേണ്ട കാര്യമില്ലേ? അപ്പം നമ്മൾ ഈ ആരോപണം പറയുന്ന ആൾക്കാർ, പ്രധാനപ്പെട്ട കക്ഷികളൊന്നും കക്ഷികൾ, നടന്മാരും നടികരും അല്ലെങ്കിൽ ആരും ഇല്ല, ആരോപിക്കാനില്ല. ഈ വരുന്ന നമ്മൾ ആരോപണത്തിനകത്ത് നിൽക്കുന്ന നടികളെ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും സിനിമ കണ്ടതായിട്ട്, ഈ നടികളെ നമ്മൾ സിനിമാ നടികളായിട്ട് കണ്ടതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ശ്യാമൊക്കെ ഇതിനകത്ത് നിൽക്കുന്നത് കൊണ്ട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്. ആ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ച് ഒരു ഇൻഡസ്ട്രി
അല്ലെങ്കിൽ ഇതിനകത്ത് പീഡനമില്ലെന്നൊന്നും പറയുന്നില്ല. 10,000 പേര് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഒരു 100 പേര് പീഡിപ്പിച്ചാൽ 10,000 പേര് സമാധാനം പറയണം. ഈ പറയുന്ന ആൾക്കാർ കൃത്യമായിട്ട് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നാലല്ലേ ഇത് വ്യക്തത വരത്തുള്ളൂ. അപ്പം ആ കാര്യത്തിനകത്ത് അഖിൽ മാരാർ പല പോഷത്തരങ്ങളും പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾക്കും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇതിനകത്ത് അയാൾ പറയുന്നതിനകത്ത് കുറേ കാര്യമുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ട് ഈ പവർ ഗ്രൂപ്പ്, പുള്ളി ചോദിച്ചതാണ് എന്തുകൊണ്ട് ഈ പവർ ഗ്രൂപ്പ്. എനിക്ക് അഭിപ്രായം പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പവർ ഉള്ളവനെല്ലാം പവർ ഗ്രൂപ്പാണ്. ഇപ്പം ഇയാൾ പറയുന്നില്ല, ബേസിൽ ജോസഫ് ഉൾപ്പെടെ ഉണ്ട്. ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സിനിമാ നടനുണ്ട്, പുതിയ ന്യൂ ജനറേഷൻ സംവിധായകനും നടനും കൊണ്ട്. അയാളുടെ കുറേ കോടിക്കണക്കിന് രൂപയും കൊണ്ട് സിനിമ എടുക്കാൻ ആൾ നിൽക്കുക. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഇത്രയും കാലം വലിയ നമ്മൾ സെലിബ്രിറ്റി അല്ലെങ്കിൽ സമൂഹം അറിയുന്ന വലിയ നടന്മാർക്ക് അപ്പുറം സിനിമ കാണാൻ ഉള്ളതുകൊണ്ട് അയാളുടെ പുറകിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരല്ലേ പവർ ഗ്രൂപ്പ്. അപ്പം ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശ്യാം ഇപ്പൊ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ശ്യാം ഒരു മാധ്യമ പ്രവർത്തനം, ശ്യാം കൃത്യമായിട്ട് നല്ല മാധ്യമ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകരെയൊക്കെ മറികടന്ന് ശ്യാമിന്റെ മാധ്യമ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ പ്രശംസയ്ക്കും അതിന്റെ മുമ്പിലും ആവും. അതിനല്ലേ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ പണ്ട് അടൂർ ഭവാനി ഇരുന്ന കാലത്തും സെക്യൂരിറ്റി ഇരുന്ന കാലത്തും അല്ലെങ്കിൽ അതിനിപ്പുറം കാലത്ത് ഒരു റിപ്പോർട്ടും കൊണ്ട് വന്ന് സിനിമ ഇൻഡസ്ട്രിയെ മൊത്തം ആക്ഷേപിക്കാൻ ശ്രമിക്കുകയും ഈ ഇൻഡസ്ട്രിക്കകത്തുനിന്ന് അറിഞ്ഞോ അറിയാതെ കൊള്ളുവിരതായ്മ കൊണ്ടോ അല്ലെങ്കിൽ അഭിനയിക്കാൻ പണമില്ലാത്തതുകൊണ്ടോ സംവിധായകന്മാർ കൊടുക്കാത്തതുകൊണ്ടോ പ്രൊഡ്യൂസർമാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരെല്ലാം വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഒരു ഇൻഡസ്ട്രിയെ മൊത്തം തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പരാതി ഉള്ളവർ വെളിച്ചത്ത് വന്ന് പരാതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് വേട്ടക്കാരായിട്ടുള്ള ആൾക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? അതിലേ ശരിയായ നിലപാട്. അതിന് ആരാ തടസ്സം നിൽക്കുന്നത്? ആരും തടസ്സം നിൽക്കത്തില്ല. ഒരു മാധ്യമങ്ങളും തടസ്സം നിൽക്കുന്നില്ലല്ലോ. നമ്മൾ ഒരിക്കലും ഈ സോണിയയുടെ കൂടെ നിൽക്കുന്നില്ല. അവർ ചെയ്യുന്നത് ഇപ്പോൾ അവർ ചെയ്യുന്ന ഒരു ദുഷിച്ച പ്രവൃത്തിയാണ്. കാരണം അവർ പറയുന്നു ഇങ്ങനെ സംഭവം എനിക്ക് ഉണ്ടായി, എന്നെ പുറകിൽ നിന്ന് പേടിച്ചു. പക്ഷെ ആരാണെന്ന് പറയുന്നത് ഇത് എല്ലാവരെയും കൂടെ സംശയിക്കുന്ന നിലപാട്. സൂപ്പർ സ്റ്റാർ ആരൊക്കെയുണ്ട്? മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ദിലീപുണ്ട്, സുരേഷ് ഗോപുണ്ട്, പൃഥ്വിരാജുണ്ട്, ജയസൂര്യയുണ്ട്, മമ്മൂട്ടിയുടെ മോഹന്റെ പേര് ദുൽഖർ ഉണ്ട്, ഫഹദ് ഫാസിലുണ്ട്, ആരൊക്കെ ഫാഫിയുണ്ട്. അപ്പൊ എല്ലാവരെയും കൂടെ ഇരുട്ടത്ത് നിർത്തുകയാണ്. അപ്പൊ ഇതിനകത്ത് വേറെ ചില ഉദ്ദേശങ്ങൾ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വെളിയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത് വിവരാവകാശ മുഖേന വെളിയിലെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. കമ്മിറ്റിക്ക് മുന്നിൽ കൃത്യമായ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായ പേരുകളുണ്ട് എല്ലാവരെയും. ആ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം മറച്ചു വെച്ച ആരാ? സർക്കാരാണ്. അത് മറച്ചു വെച്ച് ആ കണ്ണികൾ വെട്ടിക്കളഞ്ഞിട്ട് ഇത് വേട്ടക്കാരെ കുറിച്ച് പറഞ്ഞേ പറ്റൂ. ആരാണ് വേട്ടക്കാർ? കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വേട്ടക്കാർ ആരാണ്? ഇതിലേക്ക് മൊത്തം എല്ലാവരെയും സംശയിക്കും. അതിനകത്ത് കമ്മീഷൻ റിപ്പോർട്ടിനകത്തുനിന്ന് പേജ് വെട്ടി മാറ്റിയതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ വേട്ടക്കാരെ എന്തിനാ അവർ പറയുന്നേ? നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പരാതിയുള്ള ആരുടെ പേര് പറഞ്ഞാലും പരാതി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയേണ്ട ആരുടെ പേര് പറഞ്ഞാലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ കേസെടുത്തേ മതിയാവത്തുള്ളൂ. അപ്പോൾ ആ രീതിയാണല്ലോ. ഇത് കേരളമല്ലേ, പശ്ചിമ ബംഗാൾ അല്ലല്ലോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം. ഇൻഡസ്ട്രിക്കകത്ത് ശരിയോ തെറ്റോ, തെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുറ്റം അനുഭവിക്കട്ടെ. ആരോപിക്കപ്പെടുന്ന ആൾക്കാര് ആരാണ് അവരെ പീഡിപ്പിച്ചതെന്ന് വ്യക്തമായിട്ട് പറയാത്തിടത്തോളം പറഞ്ഞത്. മാത്രമല്ല, ചാനലിന്റെ റേറ്റിങ്ങിന് വേണ്ടി ഏതെങ്കിലും ഒക്കെ അറിഞ്ഞോ അറിയാത്ത സിനിമ ഇല്ലാത്തതുമായുള്ള നടികൾ ആരെങ്കിലും ഒക്കെ പേര് പറഞ്ഞ് ഇതുപോലെ എന്നെ പീഡിപ്പിച്ചു, സൂപ്പർ സ്റ്റാർ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ വെച്ച് പിടിച്ചു ഇവിടെ വെച്ച് പിടിച്ചു എന്ന് പറയുന്നവരെ വൈകിട്ട് കൊണ്ട് ചാനലിനകത്ത് രേവതി ശരിയാണ്, രേവതി കറക്റ്റായി പറയുന്നുണ്ട് ആരാണെന്ന് കൃത്യമായി ഞാൻ അതെ, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഈ ചില ആൾക്കാരെ ഈ പറയുന്ന സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പേര് പറയാതെ അടങ്കലായിട്ട് ആക്ഷേപിക്കുന്നതിനെ പറ്റിയേ പറഞ്ഞു. ഇവരെ കൊണ്ടിരുത്താൻ ചാനലുകളുണ്ട് ശ്യാമേ, അല്ലെങ്കിൽ അവരുടെ റേറ്റ് കൂടും. ആൾക്കാർ ഇത് കാണാൻ ഭയങ്കര ക്രേസിയാ. അപ്പം ഇത് മുതലെടുക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് മാറണം. അതുപോലെ തന്നെ ഇവരീ പറഞ്ഞ ചാനലിനകത്തില്ലേ പീഡനം? ഏറ്റവും പ്രധാനപ്പെട്ട എത്രയോ കക്ഷികളുടെ പേരിൽ ആ ചാനലിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം അപ്പം മാറി നിൽക്കുകയാണോ? രണ്ടാമത് മന്ത്രിയുടെ പേരിൽ ഇപ്പം സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ പേര് ഈ ആരോപണം വരുന്നില്ലേ? അപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആരോപണം വന്നാൽ അത് തെളിയിക്കുന്നിടം വരെ അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ആരോപണം ഉപയോഗിച്ച് ഒരുത്തിനെ താർക്കാൻ ശ്രമിക്കുന്നതൊക്കെ ശരിയോ തെറ്റോ എന്ന് ആ മന്ത്രി എല്ലാ മന്ത്രിസഭയിലും ഇരുന്നു കൊണ്ട് ലൈംഗിക ആരോപണം കേട്ടതിൽ അദ്ദേഹത്തിന് റെക്കോർഡ് കിട്ടും. അല്ല, അപ്പം പുള്ളിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണ്ടേ? യഥാർത്ഥത്തിൽ പറയും. അപ്പോൾ ശരിയോ തെറ്റോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. അതുപോലെ തന്നെ ലൈംഗികാരോപണം മാധ്യമങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുള്ളവരെ ശരിയോ തെറ്റോന്ന് കണ്ടുപിടിക്കട്ടെ. പോട്ടെ, ഉമ്മൻചാണ്ടിയുടെ പുറത്ത് എന്താ വെച്ചത്? അവസാനം CBI വരുന്നിടം വരെ അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പേരും എങ്ങനെയായി തീർന്നു? പൊതുജനത്തിന് മുമ്പിൽ എങ്ങനെയായി? അപ്പം ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരിക.
ആരോപണ വിധേയരായിട്ടുള്ളത്. പുകമറ സൃഷ്ടിച്ച് ഏതെങ്കിലുമൊക്കെ മൊത്തം ആൾക്കാരെ ഇരുട്ടിൽ ആക്കി അല്ലെങ്കിൽ മൊത്തം ആൾക്കാരെ മോശമാക്കുന്ന ഒരു രീതിയിലേക്ക് പോകരുത്. ആ ഒരു അഭിപ്രായത്തോട് നമുക്ക് അഖിൽമാരോട് യോജിക്കാം. ഒരു ഇൻഡസ്ട്രിയെ തകർക്കുന്നതിനും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ വെളിയിൽ പോയിട്ടുള്ളവരും ഒരു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേരിൽ ഇങ്ങനെ മൊത്തത്തിൽ അടങ്കൽ ആക്ഷേപിക്കുന്നതിന് മാധ്യമങ്ങളും കൂട്ടുനിൽക്കരുത്. വ്യക്തത വരുത്തി കുറ്റക്കാരെ ശിക്ഷിക്കുന്ന നടപടിയിലേക്ക് പോവുക. അതിന് ആർക്കെങ്കിലും ആ ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വെളിയിൽ വരണം എന്നാണ് നമുക്ക് മാധ്യമ മേഖലയിലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മാധ്യമ മേഖലയിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക പറഞ്ഞത്, ഞാനൊരു മീറ്റു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി 8 മണിക്ക് ഒരു ചാനലിൽ ചർച്ച അവതരിപ്പിക്കാൻ ആളുണ്ടാവത്തില്ല, ഇന്ന് ബ്ലാങ്ക് പോകുമെന്ന് പറഞ്ഞു. അതെ, അതിൻ്റെ അർത്ഥം എന്തുവാ? അപ്പോൾ ഇത് ഇപ്പോൾ വളരെ ആവശ്യത്തോടുകൂടി മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുക. സിനിമ ഇടങ്ങളിൽ മാത്രം, സിനിമ ഇടങ്ങളിൽ ശരിയൊന്നുമല്ല. ശരിയില്ലാത്തടത്തോട്ട് എന്തിനായി ആൾ ഇടിച്ചു കയറുന്നത്? ആരണ്ട് വിളിക്കുന്നുണ്ടോ? അപ്പം ആ ഒരു രീതി ശരിയല്ല. ഇങ്ങനെ അന്തരീക്ഷ മലിനീകരണം നടത്താതെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ആരാണ് കുറ്റക്കാരെന്ന് പറഞ്ഞ് വെളിയിൽ വരുന്ന ഒരു സമീപനം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത് നമുക്ക് അത്തരത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ശരി.